പ്രേമിക്കാനും സ്നേഹവും അനുരാഗവും എല്ലാം വേണ്ടുവോളം കൊടുക്കാൻ നിങ്ങൾക്ക് ഒരാളെ അള്ളാഹു നൽകിയിരിക്കുകയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടത്തോടുള്ള സ്നേഹം കൽബിലേക്ക് കയറിയാൽ ആ ഹൃദയം ശുദ്ധമാണ്. നമുക്ക് കാണാൻ പാടില്ലാത്തവരെ, നമുക്ക് സംസാരിക്കാൻ പാടില്ലാത്തവരെ കണ്ണു ചുമ്മണം നിങ്ങൾ, അല്ലെങ്കിൽ സൂക്ഷ്മത പാലിക്കണം. അൽ ഖൽവ ശർഇയ്യ, അൽ ഖൽവത്തുൽ മുഹറമ, അല്ലാഹു നിഷിദ്ധമാക്കിയ രീതിയിലുള്ള ഒരു തരത്തിലുമുള്ള പ്രൈവസി നിങ്ങൾക്കായിക്കൂടാ എന്ന് പറയുന്ന ആളുകളെ, കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെ, കൂടെ പഠിക്കുന്ന ചെറുക്കന്മാരെ, പെൺകുട്ടികളോ ആൺകുട്ടികളോ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഈ സ്നേഹവും അനുരാഗവും സത്യത്തിൽ ഹൃദയം മലിനപ്പെടുത്തുകയാണ്. എന്തിന്റെയൊക്കെ ഒരു ദാഹം കൽബിനുണ്ട്. ആ പ്രണയത്തിന്റെ പേരിലാണ് പിന്നെ വലിയ വലിയ വിഷയങ്ങളൊക്കെ നടക്കാറുള്ളത്. പക്ഷേ നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു പ്രണയമുണ്ട്, നമ്മളോട് വേണം എന്ന് പറഞ്ഞ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം നമ്മൾ നൽകേണ്ടത് നമ്മുടെ ഹൃദയം തന്ന അള്ളാഹുവിനോടാണ്, നമ്മുടെ മനസ്സ് തന്ന അള്ളാഹുവിനോടാണ്. പിന്നെ ആ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുനബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഒരു ശിഷ്യൻ ഗുരുവിന്റെ അരികത്തേക്ക് ചെന്ന് ചോദിച്ചത്, ഗുരു, ലഖദ് സമിഅതു അന്നക തറാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുന്നവരാണല്ലോ ഉസ്താദേ. ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കെന്നും മുത്തുനബിയെ സ്വപ്നം കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഒരു ശിഷ്യൻ വന്ന് പറഞ്ഞു. ഗുരു ചോദിച്ചു, മാദാ തുരീദു യാ ബുനൈ, മോൻ എന്താണ് ആവശ്യം? അല്ലിംനി കൈഫ അറാഹ്, എനിക്കെങ്ങനെയാ നബിയെ കാണാൻ പറ്റുക എന്ന് നിങ്ങളൊന്ന് പഠിപ്പിച്ചു തരണം എന്ന് ഗുരുനാഥനോട് ചോദിച്ചു. എനിക്കൊന്ന് നബിയെ കാണണം, എനിക്കൊന്ന് ഉറക്കത്തിൽ ഹബീബിന്റെ മുഖം കാണണം. ലാ യതമസ്സലു ബി ശൈത്താൻ, എന്റെ രൂപത്തിൽ പിശാചിന് വരാൻ കഴിയുകയില്ലെന്നും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ ഞാൻ നബിയെ കാണുക എന്ന് ചോദിച്ചു. സാദ് പറഞ്ഞു, നാളെ രാത്രി അശാ, ഡിന്നർ, രാത്രി ഭക്ഷണം മോൻ എന്റെ വീട്ടിൽ വന്ന് കഴിച്ചേക്കാം, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാ നബിയെ സ്വപ്നം കാണുക എന്ന്. ശിഷ്യൻ വീട്ടിലേക്ക് പോയി ഗുരുനാഥൻ ഒരുക്കിയ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണത്തിൽ എമ്പാടും ഉപ്പ് വീണിട്ടുണ്ട്, നന്നായി ഉപ്പിക്കുന്ന ഭക്ഷണമാണ്. ഗുരുവിനോട് ചോദിച്ചു, ഉസ്താദേ, കുടിക്കാൻ വെള്ളം കിട്ടുമോ? ഇല്ല, വെള്ളമില്ല. ഈ ഉപ്പ് നിറഞ്ഞ ഭക്ഷണം ഗുരുനാഥൻ തരുമ്പോ വേണ്ട എന്ന് പറയാൻ വയ്യല്ലോ ശിഷ്യന്. ഉസ്താദ് പറഞ്ഞു, കുറച്ചുകൂടെ കഴിക്കേ. മോൻ പിന്നെയും നാഞ്ഞു പിടിച്ച് കുറച്ചുകൂടെ കഴിച്ചു. ഉസ്താദെ, കുറച്ച് വെള്ളം. ഇല്ല, വെള്ളം തരില്ല, കുറച്ചുകൂടെ ഭക്ഷണം കഴിക്കുന്നു. കുറച്ചുകൂടെ ഭക്ഷണം കഴിച്ചു. ദാഹിക്കുന്നുണ്ട്, നല്ല ദാഹമുണ്ട്, എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ കിട്ടുമോ ഭക്ഷണത്തിന്റെ കൂടെ? ഇല്ല, വെള്ളമില്ല എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ ഭക്ഷണം കഴിക്കേ. പറഞ്ഞു, ഇനി എനിക്ക് കഴിക്കാൻ കഴിയില്ല, ഞാൻ വയറ് നിറഞ്ഞു. എന്നാൽ മോൻ പോയി കിടന്നുറങ്ങിക്കോ, സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുമ്പോ ഞാൻ പറഞ്ഞു തരാം മുത്തുനബിയെ എങ്ങനെയാ സ്വപ്നത്തിൽ കാണുക എന്ന്. നീ പോയി കിടന്നുറങ്ങെന്ന് പറഞ്ഞു. ദാഹിച്ച് പരവശനായി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ ഉപ്പ് നിറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണ് ശിഷ്യൻ. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു, മുത്തുനബി എങ്ങനെയാണ് സ്വപ്നത്തിൽ കാണുക എന്ന് പറഞ്ഞു തരുന്നതിന്റെ മുമ്പ് മോനോട് ഞാൻ ചില ചോദ്യം ചോദിച്ചോട്ടെ? മാദാ റഅയ്തൽ ബാരിഹ, ഇന്നലെ രാത്രി എന്താ സ്വപ്നം കണ്ടത്? റഅയ്തു അംസാറൻ തൻസിലു മിനസ് സമാ വഅൻഹാറൻ തജ്രി വബിഹാറൻ തഫീദ്. ഒരുപാട് മഴ വർഷിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. മഴവെള്ളം, ഒരുപാട് മഴ പെയ്യുന്നത്, നദികൾ ഒഴുകുന്നത്, സമുദ്രം പരന്നു കിടക്കുന്നത്, ഇതൊക്കെ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. സ്വദഖത് നിയ്യതുക ഫസദഖത് റുയതുക, നിന്റെ നീയത്ത് നന്നായപ്പോ, സത്യസന്ധമായപ്പോ നിന്റെ സ്വപ്നദർശനം സത്യസന്ധമായി പുലർന്നു. കാരണം
നീ ഇന്നലെ ദാഹിച്ചിട്ടാ കിടന്നത്, നല്ല ദാഹമുണ്ടായിരുന്നു അല്ലേ, വെള്ളം വേണമെന്ന് ചോദിച്ചു, ഞാൻ തന്നിട്ടില്ല. ദാഹിച്ചവശനായി വെള്ളം വേണമെന്ന് അതിയായ ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിച്ചു. വെള്ളം വേണമെന്ന കൊതിയോടുകൂടെ കടന്നപ്പോ നിങ്ങൾ കണ്ട സ്വപ്നം പുഴയും നദികളും സമുദ്രവും മഴവെള്ളവുമാണ്. കാരണം നിങ്ങൾക്ക് ദാഹമുണ്ടായിരുന്നു, അതുകൊണ്ട് കണ്ട സ്വപ്നം ആ രീതിയിലാണ്. അങ്ങനെയെങ്കിൽ ലൗ സദഖത് നിയ്യതുക ലൗ സദഖത് മുഹബ്ബതുക ലിറസൂലില്ലാഹ് ലറഅയ്തഹു ഫിൽ മനാം. മുത്തുനബിയോടുള്ള സ്നേഹം ഖൽബിന്റെ ഉള്ളിൽ ശരിയാവണ്ണം നിന്റെ ഖൽബിൽ സത്യസന്ധമായിട്ട് നിന്റെ ഖൽബിലുണ്ടെങ്കിൽ നിന്റെ ഉറക്കത്തിൽ നീ നബിയെ കണ്ടിരിക്കുമെന്ന് ഗുരുനാഥൻ മറുപടി കൊടുത്തു അത്രേ. സുബ്ഹാനല്ലാഹ്. ഉപ്പ് കഴിച്ചു കടന്ന മനുഷ്യന് ദാഹമുണ്ടായപ്പോ മഴവെള്ളം സ്വപ്നം കാണുന്ന പോലെ ദാഹിക്കുന്നവന്റെ വെള്ളം വേണം. മുത്തനബിയോടുള്ള സ്നേഹം ശരിക്ക് ഖൽബിലുണ്ടെങ്കിൽ നീ കാണുന്നത് നബിയെ ആയിരിക്കും. നിനക്ക് മനസ്സിലായോ എന്നൊരു ഉദാഹരണത്തിലൂടെ ഗുരുനാഥൻ ശിഷ്യനെ പഠിപ്പിച്ചത് ആധുനികരായ പണ്ഡിതന്മാരിൽ ഷെയ്ഖ് ഖാലിദ് അബൂഷാദിയെ പോലെയുള്ള മഹത്തുക്കൾ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അതിലൊരു നുക്തയുണ്ട്, ഒരു പാഠമുണ്ട്. നമ്മുടെ ഹൃദയം, അതിന്റെ ഉള്ളിൽ സ്നേഹം അനിവാര്യമാണ്. അത് എംറ്റിയായി കടന്നൂടാ. ആ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ലാത്തവർ കടന്നുകൂടാ. അവിടെ കടന്നു വരേണ്ട ഒരാളുണ്ട്, ഒരു രാജകുമാരനുണ്ട്. അത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വദാനായേ സുബുൽ ഖതമുർ റസൂൽ മൗലായ കുൽ ജിസ്നെ गुबार राह को बख्शा फरोग वादिए सीना निगाह इश्क मस्ती में वही अव्वल वही आखिर वही कुरान वही फुरकान वही त्वाहा वही यासीन. ലോകത്ത് വന്ന ബുദ്ധിമാനികളിൽ അതിബുദ്ധിമാനിയായിരുന്നവരെ നബിയെ വദാനായേ സുബുൽ ഖതമുർ റസൂൽ, മുർസലീങ്ങൾക്ക് അന്തിമ കണ്ണിയായി വന്ന നബിയെ, ഖതമുൻ നബിയീനായ നബിയെ, മൗലായ കുൽ, എല്ലാവരുടെയും നേതാവായി വന്ന നബിയെ, ജിസ്നെ गुबार राह को बख्शा फरूग वादिए सीന, പൊടിപടലങ്ങൾ നിറഞ്ഞിരുന്ന വഴികൾക്ക് ആ പ്രവാചകർ നൽകിയത് ഫറൂഗ് വാദിയെ സീന, സീന താഴ്വരയിലെ ഫറൂഗ്, സീന താഴ്വരയിലെ വിളക്കാണ് എല്ലുമുറ്റിയ ലോകത്തിന് ആ ഹബീബ് കൈമാറിയത്. സീന മലയിൽ ഉദിച്ചുയർന്ന പ്രകാശം, അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അല്ലാഹു ഇറക്കി കൊടുത്ത വരികളിൽ ഉണ്ടല്ലോ, ഇഖ്ലഅൻ അലൈക ഫഇന്നക ബിൽവാദിൽ മുഖദ്ദസ് തുവാ. മൂസ നബിയെ, ആ ചെരുപ്പം അഴിച്ചു വെച്ചേക്കണം, നിങ്ങൾ പരിശുദ്ധമായ ഒരു താഴ്വാരത്താണ്. അല്ലാഹു ജല്ല ജലാലുവിന്റെ ദിവ്യ പ്രകാശം, അല്ലാഹുവിന്റെ വഹി മൂസാ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട സീനായിലെ മലമുകളിലെ പ്രകാശം അല്ലാഹുവിന്റെ വഹയായിരുന്നു. അത് ലോകത്തിന് നൽകിയവരെ നബിയെ, നിഗാഹേ ഇശ്ഖ് മസ്തി മേ വഹി അവൽ വഹി ആഖിർ വഹി ഖുർആൻ വഹി ഫുർഖാൻ വഹി ത്വാഹാ വഹി യാസീൻ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കണ്ണിലുണ്ണിയായി വാഴ്ത്തപ്പെടാനും എല്ലാം നിഗാഹേ ഇശ്ഖ്, സ്നേഹത്തിന്റെ കണ്ണ്, വമസ്തീമേ, അനുരാഗത്തിന്റെ കണ്ണുകളിൽ, ദൃഷ്ടിയിൽ, വഹി അവൽ വഹി ആഖിർ, സ്നേഹിക്കപ്പെടാൻ അവലും ആഖിറും നബി തന്നെയാണ്. ഏത് പ്രേമഭാജനത്തെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും അവലും ആഖിറും നബിയെ അങ്ങാണല്ലോ. വഹി ത്വാഹ വഹി യാസീൻ, അവിടുന്ന് തന്നെയാണ് ത്വാഹ
അവിടുന്ന് തന്നെയാണ് യാസീൻ. അല്ലാഹു ആ സ്നേഹം നമ്മുടെ ഖൽബിനുള്ളിൽ തരട്ടെ. ഹിജ്റ നടക്കാൻ പോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ശത്രുക്കൾ വീട് വളഞ്ഞിട്ടുണ്ട്. കൈക്കൊമ്പിളിൽ ഏതാനും മണൽ തരികൾ എടുത്തിട്ടാണ് സൂറത്തു യാസീനിലെ ആദ്യ വരികൾ ഓതുന്നത് ഹബീബ്. ആ വരികൾ ഓതിയിട്ട് ശത്രുക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട് ചുറ്റും വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ കണ്ണിലതായി വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമാ വമാ റമൈത ഇദ് റമൈത. നബിയെ, ആ എറിഞ്ഞത് അങ്ങായിരുന്നില്ല നബിയെ, അങ്ങായിരുന്നില്ല എറിഞ്ഞത്. പിന്നെയോ വലാകിന്ന അല്ലാഹ റമാ, ആ എറിഞ്ഞത് അല്ലാഹു ആയിരുന്നു. എല്ലാവരുടെ കണ്ണിലും ആ ഇടക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ കിടക്കാൻ നിർത്തിയിട്ട് അവിടുത്തെ മനോഹരമായ അവിടുത്തെ വിശിഷ്ടമായ കട്ടിലിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് കിടക്കാൻ പറഞ്ഞത് നബിതങ്ങൾ ഇറങ്ങിയല്ലോ. ഇങ്ങോട്ടാ പോയതെന്നറിയോ? ഇലാ ബൈത്തി സിദ്ദീഖ്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. കുറച്ച് ബാക്ക്വേർഡ്സ് കൂടെ കൂട്ടിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ബൈനമാ നഹ്നു ജുലൂസൻ ഫീ ബൈത്തി അബീ ബക്കറിൻ ഫീ നഹ്രി അൽ-ളഹീറ. നട്ടുച്ച നേരത്ത് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് മുത്തുനബി കടന്നു വരുന്നത്. ആരോ പറഞ്ഞു, മുത്തുനബി വരുന്നുവല്ലോ, ഇത് നബി വരുന്ന സമയമല്ല, നബി നിങ്ങൾക്ക് സാധാരണ തങ്ങൾ വരാറുള്ള സമയമല്ല. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ കാര്യമുണ്ടായിരിക്കും, അപ്പോഴേ നബി തങ്ങൾ ഈ സമയത്ത് എന്റെ വീട്ടിലേക്ക് വരൂ. വാതിൽ തുറന്നു കൊടുത്തപ്പോ നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, എനിക്ക് നിങ്ങളെ ഒറ്റയ്ക്ക് വേണം. ഇത് അങ്ങയുടെ വീട്ടുകാരാണല്ലോ നബിയെ, അവരെ പറ്റി അങ്ങേക്ക് എന്തിനു പേടിക്കണം? പറഞ്ഞോളൂ നബിയെ. അല്ലാഹു എനിക്ക് മക്ക വിട്ട് മദീനത്തേക്ക് പോവാൻ അല്ലാഹു സമ്മതം നൽകിയിരിക്കുന്നു. ഞാൻ പോവുകയാണ് മദീനത്തേക്ക്. എന്നോട് പോവാൻ പറഞ്ഞു അല്ലാഹു മദീനയിലേക്ക്. അല്ലാഹുമ്മ ഇന്നി, റബ്ബേ ഞാൻ പുറപ്പെടുകയാണ്, ഞാൻ പുറപ്പെടുന്നു റബ്ബേ. മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്നാണ് ഞാൻ പോകുന്നത്, മക്കയാണ്. വഅദ്ഖിൽനി ഫഅദ്ഖിൽനി അഹബ്ബൽ ബിലാദി ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിലേക്ക്, മദീനയിലേക്ക് റബ്ബേ, നിനക്ക് ഇഷ്ടപ്പെട്ട നാട്ടിലേക്ക് നീ എന്നെ കടത്തിത്തരണം. എനിക്ക് ഇഷ്ടപ്പെട്ടിടത്ത് നിന്നാണ് ഞാനീ പോകുന്നത്, നിനക്ക് ഇഷ്ടപ്പെട്ടിടത്തേക്ക് നീ എന്നെ എത്തിച്ചു തരയണമേ. അങ്ങനെ പറഞ്ഞിട്ട് ഹബീബ് പോകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനല്ലാഹു ലീ ഫിൽ ഖുറൂജ്, അല്ലാഹു എനിക്ക് പോകാൻ സമ്മതം തന്നു എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങയുടെ കൂടെ എനിക്കും വരണം നബിയേ. അസ്സുഹ്ബ, your companionship, അങ്ങയുടെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം. ഈ യാത്രയിൽ ഹബീബേ, അങ്ങയുടെ കൂടെ ഞാനുമുണ്ട്. അസ്സുഹ്ബ, കൂടെ വരാൻ എന്നെ സമ്മതിക്കുമോ? ഞാൻ വരട്ടെയോ കൂടെ? ഞാനും കൂടെ വരട്ടെയോ എന്ന് മുത്തുനബിയോട് ചോദിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ വാപ്പൊരു കരച്ചിൽ കരഞ്ഞു. നബി ഞങ്ങൾ പറഞ്ഞു, നഅം യാ അബൂബക്കർ, പോന്നോളൂ, കൂടെ പോന്നോളൂ. എന്തിനാണ് ഈ കൂടെ പോരാൻ പറയുന്നത്? ഏറ്റവും the most dangerous journey ever he embarked on, നബിതങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള യാത്രകളിലെ ഏറ്റവും ദുർഘടമായ ഒരു യാത്രയായിരുന്നു മദീനയിലേക്കുള്ള യാത്ര. മരണം ഉറപ്പായിരുന്നു. ശത്രുക്കൾ അങ്ങനെയാ നബിയെ കണ്ടിരുന്നത്. കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ യാത്രയിൽ അങ്ങയുടെ കൂടെ ഞാൻ വരട്ടെയോ എന്ന് ചോദിച്ച് ഖൽബിന്റെ ഉള്ളിൽ സ്നേഹം കൊണ്ടു നടന്ന മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതൊരു വല്ലാത്ത സ്നേഹമായിരുന്നു. അസ്സുഹ്ബത യാ റസൂലല്ലാഹ്. ഫറഅയ്തു അബാ ബക്കറിൻ യബ്കി, അബൂബക്കർ എന്നവർ കരയുന്നത് ഞാൻ കണ്ടു. വമാ കുൻതു അഹ്സിബു അഹദൻ യബ്കി മിനൽ ഫറഹ്, സന്തോഷം കൊണ്ട് എന്റെ ഉപ്പ കരയുന്ന പോലെ ഒരാളും കരയുമെന്ന് ഞാൻ കണ്ടിരുന്നില്ല.
എന്റെ ഉപ്പൊരു വല്ലാത്ത കരച്ചിൽ. എന്റെ നിബിതങ്ങൾ പോന്നോട് സുദ്ദീഖ എന്ന് പറഞ്ഞപ്പോ നിബിതങ്ങളോടുള്ള കൂടെയുള്ള യാത്രയ്ക്ക് അനുമതി കിട്ടിയപ്പോ എന്റെ ഉപ്പൊന്ന് തേങ്ങി കരഞ്ഞ കരച്ചിൽ എനിക്കിപ്പോഴും മറക്കാൻ കഴിയില്ലെന്ന് ആയിഷത്ത് സുദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഏറ്റവും അപകടമുള്ള യാത്രയിൽ ഹബീബിന്റെ കൂടെ ഞാനുണ്ട്. സ്നേഹമായിരുന്നു, ഖൽബ് നിറയെ. കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹ്. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, അലി തങ്ങളെ എങ്ങനെയാ നിങ്ങൾ നബിതങ്ങളൊക്കെ കണ്ടിരുന്നത്, എങ്ങനെയായിരുന്നു? കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദ് അലൽ ളമാ. എങ്ങനെയാണ് ആ സ്നേഹം എന്ന് പറയോ? ഞങ്ങളുടെ സമ്പത്തിനേക്കാളൊക്കെയും നബിയോട് സ്നേഹം. നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മള് നബിയോടുള്ള ഹബ്ബിനെ സംബന്ധിച്ച് പറയാൻ കേൾക്കാൻ നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? എന്റെ നബിയാണ് ഇതിനേക്കാളൊക്കെ വലുത് എന്ന് തോന്നിയിട്ടുണ്ടോ? മിൻ അബ്നാഇനാ, ഞങ്ങളുടെ മക്കളെക്കാൾ, വആബാഇനാ വഉമ്മഹാതിനാ, ഞങ്ങളുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും, വഅലൽ മാഇൽ ബാരിദ് അലൽ ളമാ, ദാഹിച്ചു നിൽക്കുമ്പോ തണുത്ത വെള്ളം കിട്ടുന്നതിനേക്കാളും ഞങ്ങൾ ആഗ്രഹിച്ചത് ഹബീബിനെ കാണണമെന്നാണ്. അല്ലാഹു അക്ബർ! എന്തോ ഒരു സ്നേഹമാണത്. ആ സ്നേഹം കൽബിൽ കടന്നാൽ പിന്നെ പൈശാചികമായ പ്രേമം ആ കൽബിലേക്ക് വരില്ല. അതാണ് അതിന്റെ അത്ഭുതം. ആ സ്നേഹം നമ്മുടെ കുട്ടികളുടെ കൽബിലുണ്ടെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന സ്നേഹത്തിലേക്ക് ഇവർ പെട്ടുപോകില്ല, പ്രേമത്തിൽ ചെന്ന് ചാടില്ല. വല്ലദീ ബഅസക ബിൽ ഹഖ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം നബിയേ. ലഇസ്ലാമു അബീ ത്വാലിബിൻ കാന ഖറ ലഐനി മിൻ ഇസ്ലാമി അബീ അബാ ഖുഹാഫ. നബിയേ, അബൂ ത്വാലിബ് മുസ്ലിമാവലാണ്, എന്റെ വാപ്പ അബൂ ഖുഹാഫ മുസ്ലിമാവുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം നബിയേ. അതാണ് എന്റെ കണ്ണിന്റെ ഏറ്റവും രോമാഞ്ചമുള്ളത്. എന്തേ കാരണം? لأن إسلام أبي طالب كان أقر لعينك. നബിയേ, അബൂ ത്വാലിബ് മുസ്ലിമാവനായിരുന്നല്ലോ, അങ്ങയുടെ കണ്ണിന് ഇഷ്ടപ്പെട്ടത്, അങ്ങ് കൊതിച്ചത്, അങ്ങ് ആഗ്രഹിച്ചത് അബൂ ത്വാലിബ് മുസ്ലിമാവണമെന്നാണ്. എന്റെ വാപ്പ അബൂ ഖുഹാഫ മുസ്ലിമാകുന്നതിനേക്കാളും അങ്ങയുടെ മൂച്ചാപ്പ മുസ്ലിമാവനാണ് നബിയെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വന്തം വാപ്പ മുസ്ലിമാവുന്നതിനേക്കാളും നബിയുടെ മൂച്ചാപ്പ. ലഇസ്ലാമുൽ അബ്ബാസ് ഖൈറുൻ വഅഹബ്ബു ഇലയ്യ മിൻ ഇസ്ലാമിൽ ഖത്താബ്. എന്റെ വാപ്പ ഖത്താബ് മുസ്ലിമാവുന്നതിനേക്കാൾ നബിയെ അങ്ങയുടെ പിതൃവൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവർ മുസ്ലിമാവലാണ്. കാരണം അതല്ലയോ ഹബീബേ നിങ്ങൾക്കിഷ്ടം, നബിക്കിഷ്ടം അതാണോ? എന്നാൽ എന്റെ ഇഷ്ടം അതാണ്. ഇങ്ങനെയൊക്കെ ഒരു സ്നേഹം മുത്തനബിയോട് കാണിച്ച് നമ്മൾ പഠിപ്പിക്കുകയാണ് ഇവിടുത്തെ സ്വഹാബ്. അല്ലാഹു നമുക്കത് തരട്ടെ. ഖാലിദ് ഇബ്നു മഅദാൻ എന്ന സ്വഹാബി കിടക്കാൻ വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാനും മുഹാജിറുകളെ കാണാനും അൻസാരികളെ കാണാനും കൊതിച്ചു പോകും. അവരുടെ പേര് പറയും, അല്ലാഹുവേ അവരാണ് എന്റെ അടിസ്ഥാനം, അവരാണ് എന്റെ എല്ലാം. അവരെ കാണാനാ എന്റെ ഖൽബ് കൊതിക്കുന്നത്. നിന്റെ റസൂലിന് ഹബീബിന്റെ കൂടെ എല്ലാം ഇട്ടേച്ച് യാത്ര പോയ മുഹാജിറുകളെ, ഹബീബിന് വേണ്ടി പാട്ടുപാടി സ്വീകരിച്ച അൻസാരികളെ അവരെ ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് മഹാനായ ഖാലിദ് ഇബ്നു മഅദാൻ എന്ന താബിഈ അല്ലാഹുവിനോട് ദുആ ചെയ്യും കടന്നുറങ്ങുമ്പോ. അതുകൊണ്ട് റബ്ബേ നീ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകുമോ ഈ ലോകത്ത് നിന്ന്? എനിക്ക് പെട്ടെന്ന് മരിച്ചാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ലോകം ചെന്ന് കാണാമല്ലോ, മരിച്ചാൽ എനിക്ക് അവിടെ ചെന്ന് കാണാമല്ലോ അവിടെ. അതുകൊണ്ട് റബ്ബേ നീ എന്നെ വേഗം എന്റെ റൂഹിനെ പിടിക്കുമോ എന്ന് ദുആ ചെയ്ത് ഉറക്കം വരുന്നവരെ അങ്ങനെ പ്രാർത്ഥിച്ചു കിടക്കുമായിരുന്നു ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ ജീവിക്കുകയും
അവിടുത്തെ പരിശുദ്ധമായ ഹദീസുകൾ പഠിച്ചെടുക്കുകയും ചെയ്ത സ്വഹാബി മുത്തുനബി തങ്ങളുടെ വഫാത്തിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറഞ്ഞാൽ പൊട്ടിക്കരയുമായിരുന്നു. ഹദീസ് പൂർത്തിയാക്കാൻ കഴിയില്ല. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അരികത്ത് ഒരാൾ കടന്നു വന്നപ്പോ പറഞ്ഞു, മുആവിയ അമീറുൽ മുഅ്മിനീൻ, ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മജ്ലിസ് കണ്ടു. പള്ളിയിൽ അവർ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലിങ്ങനെ വരികയാണിപ്പോ. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, ഹദ്ദസനീ ഖലീലി അബുൽ ഖാസിം, എന്നോട് എന്റെ ഹബീബായ അബുൽ ഖാസിം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഹദീസ് പറയാൻ ഇങ്ങനെ തുടങ്ങും. കണ്ണുനീര് വരികയാണ്. ഫബകാ, എന്നിട്ടങ്ങനെ തേങ്ങി തേങ്ങി കരയും. എന്റെ ഹബീബ് എന്നോട് പറഞ്ഞു എന്ന്. എന്താണ് ഹബീബ് തങ്ങൾ പറഞ്ഞതെന്ന് ഹബീബിന്റെ വാക്ക്, ഹദീസിന്റെ വചനം ഉച്ചരിക്കാനാവാതെ എന്റെ ഹബീബ് എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും കരയും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീണ്ടും പറയും, ഹദ്ദസനീ ഖലീലി നബിയുല്ലാഹി അബുൽ ഖാസിം, അല്ലാഹുവിന്റെ നബിയായ അബുൽ ഖാസിം എന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു എന്ന് പറയാൻ കഴിയാതെ കണ്ണുനീര് വന്ന് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ സ്വഹാബി മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹബീബിനോടുള്ള മനസ്സിലുള്ള ബഹുമാനമാണത്, സ്നേഹമാണത്. അവിടുന്ന് വഫാത്തായി പോയപ്പോഴാ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മണ്ണിൽ തലവെച്ച് കടന്നുകൊണ്ട് പറഞ്ഞു, ലാ ഉഅദ്ദിനു ലിഅഹദിൻ ബഅദ റസൂലില്ലാഹ്, മുത്തനബിക്ക് ശേഷം ഇനി ഞാൻ ഒരിക്കലും ഒരാൾക്കും ബാങ്ക് കൊടുക്കില്ല, ആർക്കും ബാങ്ക് കൊടുക്കില്ല. മദീനത്തെ പള്ളിയിലെ ഹബീബിന് വേണ്ടി ഞാൻ കൊടുത്തിരുന്ന ബാങ്ക് ഇനി ഞാൻ ആര് പറഞ്ഞാലും കൊടുക്കില്ല. ബിലാലെ, നിങ്ങളില്ലെങ്കിൽ പിന്നെ ആരാണ് ബാങ്ക് കൊടുക്കുക? നിങ്ങൾ ആരെങ്കിലും തെരഞ്ഞെടുത്തോളൂ, ഞാനില്ല എന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാൻ പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നില്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ട് സാധ്യമല്ല? അവിടുത്തെ മുഅദ്ദിൻ ഏതൊരു ഇമാമിന് വേണ്ടിയായിരുന്നോ ബാങ്ക് വിളിച്ചിരുന്നത്, ആ ഇമാം മിഹ്റാബിലില്ലല്ലോ. ആരായിരുന്നു അവിടുത്തെ ഷെയ്ഖ്? ആ ഷെയ്ഖ് അവിടെ ഇല്ലല്ലോ. ആർക്ക് വേണ്ടിയായിരുന്നുവോ ആ മധുരമായ ശബ്ദത്തിൽ ബാങ്ക് വിളിച്ചത്, ആ ബാങ്കിന്റെ ഉടമസ്ഥർ അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ബാങ്ക് കൊടുക്കില്ല. ബഹുമാനപ്പെട്ടവർ മണ്ണിൽ കിടന്ന് ബോധരഹിതരായി കിടന്നിട്ടുണ്ട്. ഫഹമലൂഹു ഇലാ ബൈതി, വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോവാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കാലശേഷം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഈലിയായുടെ ഭരണം വരുന്ന ജെറൂസലേമിന്റെ ഭരണം, ഇന്നത്തെ ഫലസ്തീനിന്റെ ഭരണം, മസ്ജിദുൽ അഖ്സായുടെ താക്കോൽ ഉമർ ഫാറൂഖ് തങ്ങൾക്ക് കൊടുക്കുകയാണ് അവിടുത്തെ ക്രിസ്ത്യാനികൾ. അത് സ്വീകരിക്കാൻ പോയി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒട്ടകപ്പുറത്ത് ഒരു വേലക്കാരനും കൂടെയുണ്ട്. രണ്ടുപേരും ഊഴമായി. ഉമർ തങ്ങളുടെ ടേൺ കഴിഞ്ഞാൽ താഴെ ഇറങ്ങും, ഒട്ടകത്തിന്റെ കയറ് പിടിക്കും. പിന്നെ വാഹനം ഓടിക്കുന്നത് ആരാ? വേലക്കാരനാണ്. മേലെ ഇരിക്കുന്നത്, കയറ് പിടിക്കുന്നത് ആരാ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉണ്ടാവോ? ഡ്രൈവർക്ക് ക്ഷണിക്കുമ്പോ ബാക്കിലിരിക്കുന്ന ആള് ഇങ്ങോട്ട് ഇരുന്നു കൊടുക്കുക, നീ ഒന്ന് ഉറങ്ങിക്കോ, ഞാൻ ഓടിച്ചോളാം എന്ന് പറയുന്ന ഒരു മുതലാളി ഉണ്ടാവോ? പണ്ടാരൊരു തമാശ പറയാറുണ്ട് അങ്ങനെ. ഒരു സയന്റിസ്റ്റ് ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഡ്രൈവർ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാനൊക്കെ എനിക്കും കഴിയും. അപ്പോ ഇയാള് പറഞ്ഞു, എന്നാ പിന്നെ അടുത്ത പ്രസംഗം നീ തന്നെ നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു. പോണ പോക്കിൽ മുതലാളി പറഞ്ഞു, എന്നാ പിന്നെ ഞാനൊന്ന് വണ്ടി ഓടിച്ചോക്കട്ടെ, സ്വന്തം വാഹനല്ലേ, നീ ബാക്കിലിരുന്നോ എന്ന് പറഞ്ഞു. മുതലാളി വാഹനം ഓടിച്ചു പോയി. സ്ഥലത്തെത്തിയ നേരത്ത് ബുദ്ധിജീവികളൊക്കെ ചോദിക്കുമല്ലോ പല ചോദ്യങ്ങളും. ഇവര് വിചാരിച്ചു ക്ലാസ് എടുക്കാമെന്ന ആള് ഈ ബാക്കിലിരിക്കണ VIP ആണ്, ബാക്കിലിരിക്കുന്ന ഡ്രൈവറും ഓടിക്കുന്നത് മുതലാളിയാണ്. 1-2 ചോദ്യങ്ങൾ ചോദിച്ചു, സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇതിനൊക്കെ ഉത്തരം എന്റെ ഡ്രൈവർ പറയുന്നു പറഞ്ഞു. ഇതൊക്കെ ചെറിയ സിമ്പിൾ ചോദ്യമാണല്ലോ, ആരെ ഇരിക്കണത്? അപൂർവമായിട്ടേ
ആളുകൾ ജോലി ചെയ്യുന്ന ആളുകളെ മഖ്ദൂമിന്റെ സ്ഥാനത്തിരുത്തുള്ളൂന്ന ഖാദിം മഖ്ദൂമാവുന്നൊരു ഘട്ടം. ഇങ്ങോട്ട് സേവനം ചെയ്യുന്ന ആൾക്ക് അങ്ങോട്ട് സേവനം ചെയ്തു കൊടുക്കാം. അതൊക്കെ ഒരു വല്ലാത്ത നന്മയാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അത് ചെയ്തിരിക്കുകയാണ്. ഖുദ്സിലേക്ക് വരുമ്പോഴേ അവിടെ ഒരു പുഴയുണ്ടായിരുന്നു, ചെറിയൊരു നദി, ചെളിയായിരുന്നു. ആ ചെളിയിൽ കാല് വെച്ച് ചവിട്ടി അങ്ങനെ തങ്ങൾ കടന്നു വരുമ്പോ കുപ്പായത്തിൽ 10-20 തുന്നുകളുണ്ട്. അപ്പൊ പറഞ്ഞു, അവിടുത്തെ ആളുകൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നല്ലൊരു ഡ്രസ് ഇട്ടൂടെ, ഒരു കോട്ട് ഞങ്ങൾ തരട്ടെ, ആ കാലക്കൊന്ന് കഴുകിയൊന്ന് വൃത്തിയാക്കി ഒരു മുഞ്ചിലായിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ ഫാറൂഖ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, നഹ്നു ഖൗമുൻ അസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അള്ളാഹുവിനെ സ്നേഹിച്ചപ്പോഴാ, ഇസ്ലാം മനസ്സിലേക്ക് കൊണ്ടു നടന്നപ്പോഴാ അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകി. നമ്മുടെ കുപ്പായത്തിലോ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിലോ അല്ല അള്ളാഹുവിന്റെ ദീൻ കിടക്കുന്നത്. വലിയൊരു വിഷയമാണത്. പലരും മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ആർഭാടവും കാട്ടിക്കൂട്ടലുകളും വാഹനങ്ങളും ഇതിലാണ്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അള്ളാഹു ഇസ്ലാം നമ്മുടെ ഖൽബിലേക്ക് തരുമ്പോഴാ നമുക്ക് ഇസ്സത്ത് ഉണ്ടാവുക. ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹു അല്ലാഹ്. നമുക്ക് അഭിമാനം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പളപളപ്പും ആർഭാവവും കാണിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ നാണം കെടുത്തും എന്ന് പറഞ്ഞ ആ വലിയ വാക്ക് പറഞ്ഞത് ഈ ഖുദ്സിന്റെ മോചനത്തിന്റെ സമയത്താണ്. അമൃതങ്ങൾ കയറി ചെല്ലുമ്പോ മസ്ജിദുൽ അഖ്സ തുറക്കപ്പെടുകയാണ്. ഹബീബ് മിഅ്റാജ് പോയ പള്ളിയല്ലേ അത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. മസ്ജിദുൽ അഖ്സായുടെ ചുറ്റും തന്നെ ബറക്കത്തുണ്ടെങ്കിൽ മസ്ജിദുൽ അഖ്സായുടെ അകത്തുള്ള ബറക്കത്ത് എത്രയാണ്? ചുറ്റും ബറക്കത്തുണ്ടെന്ന. ചുറ്റുമുണ്ടെങ്കിൽ ആ അഖ്സാ പള്ളിയുടെ പുണ്യം എത്രയാണ്? ശുദ്ധമായ അഖ്സാ പള്ളിയിൽ കയറിയപ്പോ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു, ബിലാൽ എവിടെ? അന്ന് പ്രായമായിട്ടുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. ഷാമിലേക്ക് അവര് താമസം മാറിയിരുന്ന ഫലസ്തീനിലാണ് താമസം. കിബാറു താബിഈൻ, കിബാറു സഹാബ ഒക്കെ ഇവിടെ വന്നിരിക്കുകയാണ്. ബൈഅത്തു റിദ്വാനിന്റെ സഹാബികൾ അവിടെയുണ്ട്. ആ സംഭവത്തിൽ ഉഹദീങ്ങളുണ്ട്, ബദരീങ്ങൾ ജീവിച്ചിരിക്കുന്നവരെത്തിയിട്ടുണ്ട്. ആ വലിയ മഹാസദസ്സിൽ ഉമർ തങ്ങൾക്ക് ഓർമ്മ വന്നത്, ബിലാൽ എവിടെ? ഒന്ന് ബാങ്ക് കൊടുക്കുമോ ബിലാലെ? അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, എന്നോടത് മാത്രം നിങ്ങൾ പറയരുത്, സാധ്യമല്ല. അസ്അലുക അൻ തുദക്കിറനാ അയ്യാമന അല്ലൂലാ. ബിലാലെ, നമ്മുടെ കൂടെ അല്ലാഹുവിന്റെ ദിവ്യ ജ്യോതിസായിരുന്ന ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന ആ വല്ലാത്തൊരു കാലം നമുക്കൊന്ന് ഓർത്തെടുക്കണ്ടേ? ബിലാലെ, നിങ്ങൾ ഈ ഖുദ്സിന്റെ പള്ളിയിൽ ഒന്ന് വാങ്ങി കൊടുക്കുമോ? ഞാനില്ല എന്ന് സ്വഹാബികളൊക്കെ പറഞ്ഞു. ഇത്തഖില്ലാഹ യാ ബിലാൽ, സഅലക അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ അല്ലേ നിങ്ങളോട് പറയുന്നത്? ബിലാലെ, ഒന്ന് സമ്മതിച്ചൂടെ? എങ്കിലാവാമെന്ന് പറഞ്ഞ് ഖുദ്സിന്റെ മീതെ കയറി വാങ്ക് വിളിക്കുന്നു. രണ്ടാമത്തെ തവണ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ബാങ്ക് തുടങ്ങിയപ്പോ ഫഇദാ ബിസൗതി ഉമർ സാബിഖുൽ ബുകാ. കരയുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിലിന്റെ മുമ്പേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പൊട്ടിക്കരച്ചിലിന്റെ ശബ്ദം ഉയരുകയായി. സ്വഹാബത്തിന്റെ ഒരുപാട് മഹത്തുക്കൾ അവിടെയുണ്ട്, മഹത്തുക്കൾ എത്തിയിട്ടുണ്ട്. മുഴുവനും കരഞ്ഞു. ആ സൈന്യം മുഴുവനും കരഞ്ഞു. മസ്ജിദുൽ അഖ്സായുടെ പരിസരങ്ങൾ മുഴുവനും കരച്ചിലുകൊണ്ട് മുഖരിതമായി. എന്തേ കാരണം? ആ ഒരു വാങ്കുളി ഹബീബായ അഷ്റഫുൽ ഖൽഖിന്റെ മദീനയിലെ വാങ്കുളിയെ ഓർമ്മിപ്പിക്കുകയാണ്. അവരൊക്കെ ഓർത്തത് ഈ ബാങ്ക് കൊടുക്കുമ്പോ ബിലാലെ, നിങ്ങൾ ബാങ്ക് കൊടുത്തിട്ട് നിങ്ങൾ ആ നിസ്കാരത്തിനെ ഇഖാമത്ത് വിളിച്ചിട്ട് നമുക്കൊരു സമാധാനം തരൂ എന്ന് പറയുമായിരുന്ന
ഹബീബിനെ ഓർമ്മ വന്നപ്പോഴാ ആ വിജയം നടക്കുന്ന മുഹൂർത്തത്തിൽ അഖ്സ പള്ളിക്കുള്ളിൽ കരച്ചിലുകൊണ്ട് മുഖരിതമായത്. ഹബീബിനോടുള്ള അണപൊട്ടാത്ത സ്നേഹമായിരുന്നു അത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, ഹബീബായ നബി ഞങ്ങൾക്ക് 10 വർഷം സേവനം ചെയ്ത സഹാബി. لما كان اليوم الذي دخل فيه رسول الله മുത്തനബി മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലാഹ ഫീഹാ കുല്ലു ഷൈ, മദീനയിലെ എല്ലാ വസ്തുക്കൾക്കും പ്രകാശമുണ്ടായിരുന്നു. മദീനയുടെ മലകൾക്ക് പ്രകാശം, മദീനയിലെ കല്ലുകൾക്ക് പ്രകാശം, എല്ലാറ്റിനും പ്രകാശം. മുത്തനബി കടന്നു വന്ന ദിവസം فلما كان اليوم الذي مات فيه أظلم منها كل شيء. ഹബീബായ നബി ഞങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞ, മദീനയോട് യാത്ര പറഞ്ഞപ്പോ, മുത്തനബി ഞങ്ങളോട് യാത്ര പറഞ്ഞു പിരിഞ്ഞപ്പോ, ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോ മദീനയിലെ എല്ലാറ്റിനും ഇരുട്ടായിരുന്നുവെന്ന് ബിലാൽ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഫലമ്മാ നഫദുനാ അനിൻ നബിയിൽ ഐദി, ഞങ്ങൾ ഹബീബിന്റെ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട് കൈ ഇങ്ങനെ കുടഞ്ഞപ്പോഴേക്കും അൻകർനാ ഖുലൂബനാ, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ അറിയാതെയായി പോയി എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അനസ് തങ്ങളാണ് കാന യറൻ നബിയ കുല്ല ലൈലത്തിൻ ഫീ മനാമിഹി, സ്വപ്നത്തിൽ എല്ലാ ദിവസവും നബിയെ സ്വപ്നം കണ്ട സ്വഹാബിയായിരുന്നു മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. കാന യറൻ നബിയ, അല്ലാഹുവിന്റെ ഹബീബിനെ കാണും ഫീ മനാമിഹി കുല്ല ലൈല, എല്ലാ രാത്രിയിലും. ഹബീബിന്റെ വഫാത്തിന് ശേഷം ഹബീബിനെ സ്വപ്നം കാണാത്ത ഒരു രാത്രി പോലും കടന്നു പോയിട്ടില്ല. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ ആ ഹബീബിനോടുള്ള ഹുബ്ബ് നമ്മുടെ ഖൽബിൽ അല്ലാഹു എമ്പാടും തരട്ടെ, അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ മിൻ ലൈല ഇല്ലാ വഅന അറാ ഫീഹാ ഹബീബി, എന്റെ ഹബീബിനെ കാണാത്ത രാത്രിയില്ലെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സുമ്മ യബ്കി, ഇത് പറഞ്ഞിട്ട് കരയും. ഹബീബിന്റെ കൂട്ടുകാരനായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. ഹബീബിന്റെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു രാത്രിയെങ്കിലും കാണുമോ? അതാ നമ്മുടെ കൊതി. അല്ലാഹു നമുക്കത് സാധിപ്പിച്ചു തരട്ടെ. ഒരു രാത്രി, എല്ലാ രാത്രിയിലും നബിയെ കാണുമായിരുന്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇദാ സഹ മിൻകൽ മുദ് ഫൽകുല്ലു ഹയ്യൻ വകുല്ലു الذي فوق التراب تراب. സ്നേഹം ഖൽബിൽ നിന്ന് ശരിയായിട്ട് വന്നാൽ അതിന് സാധ്യമാണത്രേ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. في حالة البعد روحي كنت أرسلها، في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي، وهذه نوبة الأشباه قد حضرت، فامدد يمينك كي تحظى بها شفتي. ഹിജ്റ 555 മദീനയിലേക്ക് കടന്നു വരുന്നു ഹബീബിന്റെ പേരക്കിടാവായ മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. അസ്സലാമു അലൈക യാ ജദ്ദി, അസ്സലാമു അലൈക യാ ജദ്ദി, വല്യുപ്പാ നിങ്ങൾക്ക് സലാമെന്ന് വലിയ ആൾക്കൂട്ടമുണ്ട്. റൗളാക്ക് ചുറ്റും ഹജ്ജിന് വരികയായിരുന്നു ബഹുമാനപ്പെട്ടവരെ. അവിടെ വലിയ ആൾക്കൂട്ടം കണ്ടപ്പോ ദൂരെ നിന്ന് ഹബീബിനോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ ജദ്ദി, വല്യുപ്പാ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് മഹാനായ റിഫായി ശൈഖ് തങ്ങളെ മറുപടി വന്നു. വഅലൈക്കസ്സലാമു യാ ബുനയ്യ, മോനെ എന്റെ മോനെ നിങ്ങൾക്കും സലാം. എവിടുന്നാ വന്നത്? മിനൽ ഖബ്രി ശരീഫ്, ഹബീബിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വന്നു, മോനെ നിങ്ങൾക്കും സലാം. മറുപടി വന്നപ്പോ രണ്ട് കാൽമുട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ പാടിയ വരികളാണിത്. എന്റെ ഉപ്പാ വല്യപ്പാ നിങ്ങൾ എന്റെ സലാം മടക്കിയോ? ഇതെന്തോ അത്ഭുതമാണ്. في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي.
ഞാൻ ദൂരെയായിരുന്നപ്പോ, ഷാമിലായിരുന്നപ്പോ, സിറിയയിലായിരുന്നപ്പോ, ഇങ്ങോട്ട് എത്താൻ പറ്റാതിരുന്നപ്പോ ഓരോ ദിവസവും വല്യപ്പാ നിങ്ങളുടെ റൗളയിലേക്ക് എനിക്ക് വരാൻ കഴിയാതിരുന്നപ്പോ എന്റെ വീട്ടിലിരുന്ന് എന്റെ ആത്മാവിനെ ഞാൻ പറഞ്ഞേക്കാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും നമുക്കതിന് കഴിയോ? നമ്മുടെ റൂഹിനെ റൗളയിലേക്ക് പറഞ്ഞേക്കാണ്, അവിടെ പോയിട്ട് വരിക. മനസ്സുകൊണ്ടൊരു മദീനയിലേക്കുള്ള യാത്ര. मदीना हमने देखा है मगर नादीदा नादीदा मदीना जाके हम समझे तक़द्दुस किसको कहते हैं हवा पाकीज़ा पाकीज़ा फिजा संजीदा संजीदा. അല്ലാമ ഇഖ്ബാലിന് ശരീരം കൊണ്ട് മദീനത്തേക്ക് പോവാൻ പറ്റിയിട്ടില്ലത്രേ. അദ്ദേഹം പാടിയ വരികളാണത്. ബസാറത്ത് खो गई लेकिन बसीरत तो सलामत है मदीना हमने देखा है मगर नादीदा नादीदा. കണ്ണിന്റെ കാഴ്ച പോയാലെന്താ, ബസാറത്ത് നഷ്ടപ്പെട്ടെങ്കിലെന്താ, ബസീറത്ത് തോ സലാമത്ത് ഹേ, എന്റെ ഖൽബിന്റെ കാഴ്ച മങ്ങിപ്പോയിട്ടില്ല. മദീന ഹംനെ ദേഖാ ഹേ, ഞാനും കണ്ടിട്ടുണ്ട് മദീന. മഗർ നാദീദ നാദീദ, എന്റെ മുഖത്തെ കണ്ണുകൊണ്ടല്ല ഞാൻ കണ്ടത്, ഞാനും കണ്ടിട്ടുണ്ട് മദീന. ദീന ജാകെ ഹം സംജേ തഖദ്ദുസ് കിസ്കോ കഹതേ ഹൈ. പരിശുദ്ധി എന്ന് പറഞ്ഞത് എന്താണ്, എന്താണ് പരിപാവനത്വമെന്ന് മദീനയിലെ ഹളറത്തിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഹവാ പാകീസ പാകീസ ഫിസാ സഞ്ജീദ സഞ്ജീദ. സംശുദ്ധമായ അന്തരീക്ഷവും ശാന്തമായ ചുറ്റുപാടുകളും ഇത് മദീനയിലേക്കാണോ എന്ന് ഇഖ്ബാൽ മനസ്സിന്റെ കണ്ണുകൊണ്ട് മദീനയെ കണ്ട കഥ പറയുന്നുണ്ട്. അല്ലാമ റിഫായി ശൈഖ് തങ്ങൾ പറയുന്ന വാക്കതാണ്, നബിയേ എന്റെ വല്യപ്പ എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാതിരുന്നപ്പോ എന്റെ ആത്മാവിനെ ഞാൻ മദീനത്തേക്ക് പറഞ്ഞേക്കുമായിരുന്നു. എന്റെ ഖൽബിലങ്ങാ ഉണ്ടായിരുന്നത് അനാവശ്യമായ പ്രേമങ്ങളിലേക്ക്, സല്ലാപങ്ങളിലേക്ക്, മുഹറമായ അല്ലാഹു നിഷിദ്ധമാക്കിയ ബന്ധങ്ങൾ, മാനസിക ബന്ധങ്ങൾ, പ്രേമമോ ഒന്നും പിടികൂടാതെ റബ്ബാനിയായ സ്നേഹം ഖൽബിൽ കയറി ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് മദീനയിലേക്ക് റൂഹിനെ ഞാൻ അയക്കുമായിരുന്നു നബിയേ. വഹാദിഹി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത്. ഇത് ഞാനിതാ എന്റെ ശരീരവുമായി വന്നിരിക്കുന്നു നബിയേ. ഉപ്പാ എനിക്കിവിടെ ശരീരം കൊണ്ട് വരാൻ കഴിയുമായിരുന്നില്ല, ഞാനിപ്പോ എന്റെ ശരീരം കൊണ്ട് വന്നിരിക്കുകയാണ്. അങ്ങയുടെ വലത് കൈയൊന്ന് നീട്ടിത്തരുമോ ഉപ്പാ? ഞാനൊന്ന് ചുംബിച്ചു നോക്കട്ടെ, അവിടുത്തെ കൈയൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? മഹാനായ അല്ലാമ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അവറുകൾ അടക്കമുള്ള 7ഓളം പ്രഗൽഭരായ ഔലിയാക്കന്മാർ ആ റൗളയിൽ ഉണ്ടായിരിക്കെ അവരുടെ സാന്നിധ്യത്തിലാണ് ഹിജ്റ 555 അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പരിശുദ്ധമായ കരം റൗളക്കുള്ളിൽ നിന്ന് റിഫായി ശൈഖിന് വേണ്ടി നീട്ടിക്കൊടുത്തത്. മുത്തവാത്തിർ പോലെ ഉലമാഇന്റെ ഇടയിൽ കണ്ടവരടക്കം കിതാബുകളിൽ യഥേഷ്ടം രേഖപ്പെടുത്തിയ സംഭവമാണിത്. ആ പാട്ടുണ്ടല്ലോ, 2 വരി കവിതയാണ് ചൊല്ലിയത്. ആ കവിത മുഅ്മിനെ, ഞാനും നിങ്ങളും ഹബീബിന്റെ റൗളയിൽ പോയി അവിടെ തന്നെ കടന്നിട്ട് 1000 അല്ല 5000 തവണ ഹബീബിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ പാട്ട് പാടിയാൽ അവിടുത്തെ റൗളയിൽ നിന്ന് കൈ ഉയരുമോ? എന്തുകൊണ്ടുയരില്ല? എന്തുകൊണ്ടുയരില്ല? ആ വന്ന വരികൾ ഖൽബിൽ നിന്നാണ് വന്നത്. ആ സ്നേഹം ഖൽബിന്റെ സ്നേഹമാണ്, നമ്മുടേത് ഉദ്ധരണികളാണ്. ഖൽബിൽ നിന്ന് വന്ന വരികളായതുകൊണ്ട് ഹബീബ് തങ്ങളുടെ മുഅ്ജിസത്ത് കാണാൻ കഴിഞ്ഞവിടെ. അഷ്റഫുൽ ഖൽഖിന്റെ മുഅ്ജിസത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ഉദ്ലിമത്തിൽ മദീന, നിബിതങ്ങൾ വന്നപ്പോൾ അല്ലാഹു മിൻഹാ കുല്ലു ഷൈ, ഹബീബ് കടന്നു വന്നപ്പോ ഇവിടത്തെ എല്ലാം പ്രകാശിച്ചു. കടന്നു വന്നപ്പോ മാ
മിൻ ലൈലത്തിൻ ഇല്ലാ വഅന അറാ ഫീഹാ ഹബീബി. എന്റെ ഹബീബായ നബിയെ കാണാതെ പോയ ഒരു രാത്രിയും ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ലെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സുമ്മ യബ്കി. അത് പറഞ്ഞിട്ട് ഇങ്ങനെ കരയും മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്കും ആ കാണാനുള്ള ഭാഗ്യം തരട്ടെ. എന്തായിരിക്കും ആ ഭാഗ്യം? യാ അല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു. ഈ അനസ് തങ്ങളുടെ ശിഷ്യനാണ്. ബഹുമാനപ്പെട്ടവർ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ചുംബിക്കും. സ്വന്തം ഗുരുനാഥനാണ്, ഉസ്താദാണ്. അനസ് എന്നവരുടെ കൈ പിടിച്ചുകൊണ്ട് ചുംബിക്കുന്നിട്ട് പറയും, മുത്തുനബിയുടെ കൈ തൊട്ട കൈയല്ലയോ ഈ കയ്യ്? ഹബീബിന്റെ കൈ തൊട്ട കൈയല്ലേ ഇത്? ഖദംതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. 10 വർഷം ഹബീബായ നബി തങ്ങൾക്ക് ഞാൻ സേവനം ചെയ്തിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ പറഞ്ഞ സ്വഹാബിയ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മുത്തുനബിയുടെ കൈ തൊടാൻ ഭാഗ്യമുണ്ടായ കൈയല്ലേ ഇത്? എന്റെ ഗുരുനാഥേ, എന്റെ ശൈഖേ, അങ്ങയുടെ കൈ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു മഹാനായ സാബിത്തുൽ ബുനാനി എന്ന താബിഈ. മഹാനായ സ്വഹാബിയുടെ കൈയെടുത്ത് ഇങ്ങനെ മുത്തുനബി നബിന്റെ കൈ തൊട്ട കൈയല്ലയോ എന്ന്. അനുസരങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സാബിത്തുൽ ബുനാനി തങ്ങൾ പറയുമായിരുന്നു, رأيت بهما رسول الله حتى أقبلهما. മുത്തുനബിയെ കണ്ണ് നിറയെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളല്ലയോ അനസന്നവരെ നിങ്ങളുടെ കണ്ണ്? ആ കണ്ണുകളൊന്ന് തരുമോ? അങ്ങയുടെ നെറ്റി ഞാനൊന്ന് ചുംബിക്കട്ടെ. ആ കണ്ണുകളെ കൊണ്ട് നിങ്ങൾ ഹബീബിനെ കണ്ടിട്ടുണ്ടല്ലോ. നബിയെ കാണുന്നവരെ സ്നേഹം, ഹബീബിനെ തൊട്ടവരോട് സ്നേഹം, ഹബീബിന്റെ മദീനയിലേക്ക് പോയവരോട് സ്നേഹം, ഇതൊക്കെ ഹുബ്ബാണ്, സ്നേഹമാണ്. ആ ഒരു ഹുബ്ബാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത്. അതാണ് മുഅ്മിനീങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത്. ഒരു മനുഷ്യനെ നബി തങ്ങളുടെ ഹബീബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. കള്ളു കുടിച്ചതിന്റെ പേരിൽ അടിക്കാൻ വേണ്ടി, ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഒരിക്കൽ കൊണ്ടുവന്നു, അടി വാങ്ങിച്ചു പോയി. 2ാമത്തെ തവണയും വന്നു, അടി വാങ്ങിച്ചു പോയി. 3ാമത്തെ തവണയും കള്ളുകുടിയിൽ പിടിക്കപ്പെട്ടപ്പോ സ്വഹാബികളിൽ ആരോ ഒരാൾ പറഞ്ഞു, അല്ലാഹു ഇയാളെ ശപിക്കട്ടെ. എത്ര തവണയാണ് നബിയുടെ മുമ്പിലേക്ക് ഇയാളെ കൊണ്ടുവരുന്നത്? 1 പ്രാവശ്യം കള്ളുകുടിച്ചു അടിച്ചു, 2 പ്രാവശ്യം അടി കിട്ടി, 3 പ്രാവശ്യവും ഹബീബിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോ അല്ലാഹു ശപിക്കട്ടെ എന്ന് കള്ളുകുടിച്ചൊരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ലാ തൽഅനൂ, അയാളെ നിങ്ങൾ ശപിക്കല്ലേ. ആള് കള്ളുകുടിക്കുന്ന ആളാണ്, ശരിയാണ്. ലാ തൽഅനൂ, അയാളെ നിങ്ങൾ ശപിക്കല്ലേ.